തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വചനം ആവർത്തന പുസ്തകം 29 അധ്യായം 18 വാക്യമാണ്. വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സു വരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിന് കീഴിൽ നിന്നും അവന്റെ നാമം മായ്ച്ചു കളയും. ദൈവകൽപ്പനകൾ അറിഞ്ഞിട്ടും അവ അനുസരിക്കാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം മനഃപൂർവ്വം ദൈവത്തോട് പാപം ചെയ്യുന്നവരെ കുറിച്ചാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ദൈവകൽപ്പനകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു രാജ്യത്തിന്റെ നിയമം എല്ലാ പൗരന്മാരും അറിഞ്ഞിരിക്കണം. ആരെങ്കിലും നിയമം ലംഘിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരാകുവാൻ കഴിയുകയില്ല. ഒരു പക്ഷേ ചില ഇളവുകൾ ലഭിച്ചേക്കാം. നിയമലംഘനത്തിന് ശിക്ഷയുണ്ടായേ മതിയാകൂ. ഇതുപോലെ തന്നെയാണ് ദൈവ നിയമവും. നാം എല്ലാവരും ദൈവ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ അറിഞ്ഞിട്ടും അനുസരിക്കാതെ ദൈവകൽപ്പനയോട് മറുതലിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ അനുഗ്രഹിക്കുന്നവർ ഈ കാലത്ത് വളരെയാണ്. ഹൃദയത്തിന്റെ കാഠിന്യമാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. ദൈവ മുമ്പിൽ നീതിമാന്മാർ ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരാണെങ്കിലും ദൈവത്തിന്റെ അളവറ്റ കൃപയും കരുണയും പാപികളുടെ മേൽ ചൊരിഞ്ഞതിനാൽ അവർക്ക് പാപക്ഷമ ലഭിക്കും. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും ക്രൂശിൽ യാഗമാക്കിയതും. നമ്മുടെ അകൃത്യങ്ങൾക്കും അതിക്രമങ്ങൾക്കുമുള്ള ശിക്ഷ ക്രിസ്തു നമുക്ക് പകരമായി അനുഭവിച്ചു. ഇത് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി പാപക്ഷമ ലഭിക്കുമെന്നുള്ളത് ഈ കൃപാകാലത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇതറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ച് വീണ്ടും പാപജീവിതം തുടർന്നാൽ അവർക്ക് നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വചനം മുന്നറിയിപ്പ് നൽകുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ ദൈവത്തിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. പല നിലയിലുള്ള ഉപാധികളാണ് ദൈവത്തിന്റെ രക്ഷയെ അവഗണിക്കുന്നവർ നിരത്തിവെക്കുന്നത്. പണ്ടെങ്ങോ ഒരു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും പാപമോചനം ലഭിക്കുമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് അവർ ചിന്തിക്കുന്നു. തന്നെയുമല്ല, ആയുസിന്റെ നല്ലൊരു ഭാഗവും പാപത്തിൽ ജീവിച്ചിട്ട് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ക്ഷമിച്ചു കിട്ടുമെന്ന് പറയുന്നതും അങ്ങനെയുള്ളവർ വിശ്വസിക്കുവാൻ തയ്യാറല്ല. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ അവരുടെ ഹൃദയ കാഠിന്യത്താൽ ത്യജിച്ചു കളയുന്നു. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അത് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. വിശ്വാസത്തിന് മനുഷ്യന്റെ യുക്തിയോ ബുദ്ധിയോ ആവശ്യമില്ല. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കണം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടും കൂടെ വസിക്കുന്നു എന്ന് യെശയ്യാവ് 57 നാം വായിക്കുന്നു. ദൈവകൽപ്പനകളെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം നടക്കുന്നുവെങ്കിൽ അവർക്കുണ്ടാകുന്ന ശിക്ഷാവിധി വളരെയായിരിക്കും. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. അവന്റെ നാമം ആകാശത്തിന് കീഴിൽ മായ്ച്ചു കളയും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് ദൈവത്തിന്റെ വ്യവസ്ഥ വ്യക്തമാക്കുന്നു. മീഖാ പ്രവാചകൻ ചോദിക്കുന്നു: മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു. പ്രിയരേ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവത്തിന് മനസ്സായിട്ടും നമുക്കത് വിശ്വസിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോടുള്ള അവഗണനയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ദൈവത്തിന്റെ രക്ഷയെ നാം ത്യജിക്കുകയാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട അനുതാപ ഹൃദയത്തോടുകൂടെ യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിന്റെ രക്ഷ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടും മനസ്താപത്തോടും അനുതാപത്തോടും കൂടെ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക.
കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ താഴ്മയുള്ളവരായി, മനസ്താപമുള്ളവരായി, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നല്ലോ. അതേസമയം ഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം നടക്കുന്നവരെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ളതിന് ദൈവവചനം വ്യക്തമാക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരും കർത്താവിന്റെ സന്നിധിയിൽ താഴുവാനും വിനയപ്പെടുവാനും ദൈവത്തിന്റെ രക്ഷയെ കരസ്ഥമാക്കുവാനും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.